നിത്യോപയോഗ സാധനങ്ങളായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് ആസ് എ കസ്റ്റമർ എന്നുള്ള നിലക്ക് നമുക്ക് വില കുറച്ച് കിട്ടാൻ വേണ്ടി ഒന്ന് രണ്ട് ഐഡിയകൾ നമുക്കൊന്ന് പ്രയോഗിച്ച് നോക്കാം. അത് നമ്മൾ കൂടുതൽ ആളുകളും ചെയ്യുന്ന ഒരു തെറ്റാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഒരു കടയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഓരോട് പറയുകയൊക്കെ ചെയ്യും, അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് തന്നെ വാങ്ങണം കേട്ടോ, വില കുറച്ച് തരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരു കാര്യമല്ല, ഞാനൊരു കസ്റ്റമറുമാണ്, ഒരു കച്ചവടക്കാരനുമാണ്. നാട്ടിലും പുറത്തൊക്കെ കച്ചവടം ചെയ്തൊരു പരിചയം വെച്ചിട്ടാണ് ഞാൻ ഈ ആശയം പറയുന്നത്. നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ രണ്ട് കട, ഒരു കട അപ്പുറത്ത് ഒരു കട അപ്പുറത്തുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്യും. എന്നിട്ട് ഈ സാധനം എന്ത് ചെയ്യും, നമ്മൾ മറ്റോനെ കാണാതെ ഇങ്ങനെ മറച്ചു പിടിച്ചിട്ടൊക്കെയാണ് നമ്മളിത് കൊണ്ടുപോകുക. നമ്മളെ വണ്ടിക്കോ അല്ലെങ്കിൽ ബൈക്കുമ്മലൊക്കെ പോരുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് സാധനം വാങ്ങണത് ഈ കടക്കാരൻ കാണാത്ത രീതിയിലാണ് നമ്മളെല്ലാവരും ചെയ്യുക. ഒരു 90% ആളുകളും അങ്ങനെയാണ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ ഫോൾട്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം, അത് സ്റ്റോപ്പ് ചെയ്യുക. നമ്മളിതിന് ഉപയോഗിക്കേണ്ട ഐഡിയ എന്താ വെച്ചാൽ, നമ്മൾ അവിടുന്ന് വാങ്ങുന്ന ഒരു സാധനം വാങ്ങുന്നുണ്ട് എന്നുള്ളത് ഈ കടക്കാരൻ അറിഞ്ഞിരിക്കണം. അത് കരുതിയിട്ട് നമ്മളിവിടെ കൂടുന്ന ഇങ്ങനെ കാണിച്ചു കൊടുക്കണം എന്നല്ല നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം കേട്ടോ. അതായത് നമ്മളിപ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും സാധനം വാങ്ങുന്നുണ്ട് എന്നുള്ളത് രണ്ട് കടക്കാരും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഈ കച്ചവടക്കാരൻ എന്നുള്ള നിലക്ക്, ഞാനൊരു കച്ചവടക്കാരനാണ്, അപ്പോൾ നമ്മളെ മൈൻഡിൽ വരും എന്താ, അവിടുന്ന് സാധനം വാങ്ങുന്നുണ്ട് ഈ കസ്റ്റമർ, ഇവിടുന്നും വാങ്ങുന്നുണ്ട്, അപ്പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ കടയിൽ തന്നെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം വില കുറച്ചിട്ട് മാക്സിമം സർവീസ് ആ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കും. നേരെ മറിച്ച് നമ്മളെ കടയിൽ തന്നെ സ്ഥിരമായിട്ട് വരികയാണെന്ന് വെച്ചാൽ നമ്മളെ മൈൻഡിൽ എന്താണ്, ഓനിപ്പോൾ ഇനി എത്ര വില ഇട്ടാലും ഓൻ ഇവിടുന്ന് തന്നെ സാധനം വാങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു ഫോൾട്ട് എന്ത് ചെയ്യുക, നമ്മൾ തിരുത്തുക. നമ്മൾ ഏതൊക്കെ കടയിൽ നിന്ന് വാങ്ങണുണ്ടോ അതൊക്കെ മറ്റൊരു കാണുകയാണെങ്കിൽ കണ്ടോട്ടെ, കാണുകയാണ് വേണ്ടത്. ഓക്കെ. പിന്നെ ഇതിൽ പറയല്ലേ, ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണ തന്നെയാണ്, ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് കണ്ടാൽ മതി. മാക്സിമം സാധനങ്ങൾ വാങ്ങണ സമയത്ത് നമ്മൾ വില ചോദിക്കുക, കിലോന് എത്രയെന്ന് ചോദിക്കുക. അപ്പോൾ അത് ചില കച്ചവടക്കാർക്ക് അത് ഈറയാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ അനുഭവത്തിൽ അറിയാം, ഒന്നോ രണ്ടോ സാധനത്തിന് ചോദിച്ചാൽ മൂന്നാമത്തെ സാധനത്തിന് വില ചോദിച്ചാൽ ഓനത് ഈറേക്കാരം. അതൊരു ഒരു നല്ലൊരു സെയിൽസ്മാൻ അല്ലാത്തതുകൊണ്ടാണ് ആ ഈറ വരുന്നത്. അപ്പോൾ അതൊന്നും നമ്മളിതിൽ കാര്യമാക്കണം. അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ദിവസം വണ്ടൂരിൽ നിന്ന് ഇതേപോലെ പോന്നപ്പഞ്ചൊരു അനുഭവത്തിൽ ഞാൻ റംബൂട്ടാന് വില ചോദിച്ചു. കാക്ക അതിന് കിലോന് എത്ര ചോദിച്ചു. അപ്പോൾ അതിൽ 320 എങ്ങാണ്ട് പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞു കുറയാണ്ട് ചോദിച്ചു. അതിൽ എന്നോട് അയാൾ എടുത്തേക്ക് പറയാം, 1/2 കിലോ എടുത്താൽ കുറയുന്നു. അപ്പോൾ ഈ ജാതി കച്ചവടക്കാരെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ട, നല്ല കച്ചവടക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം വില ചോദിക്കുക. വില ചോദിച്ചിട്ട് പിന്നെ അത് വാങ്ങണ വില ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബില്ല് തരാൻ പറയാം. അപ്പോൾ ബില്ല് എഴുതി തരാം. അപ്പോൾ ഒരുവിധം ബില്ലൊക്കെ എഴുതി പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ടുകൾ മാത്രമാണ് എഴുതി തരിക. അപ്പോൾ അതല്ല, നമ്മൾ ബില്ല് നോക്കേണ്ടതെന്ന് വെച്ചാൽ സാധനത്തിൻ്റെ വില, പേര്, തൂക്കം, ഇങ്ങനത്തെ ബില്ല് തന്നെ തരാൻ പറയാം. അപ്പോൾ ആ ബില്ല് തന്നെ തരുമ്പോൾ എന്താ വെച്ചാൽ മാക്സിമം നമുക്ക് വില കുറച്ച് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധനത്തിൻ്റെ വില, തൂക്കം, അതേപോലെ പ്രൈസ്, ഈ രീതിയിൽ തന്നെ നമ്മൾ ബില്ല് വാങ്ങാൻ നോക്കുക. പിന്നെ ഇത് നമ്മളൊരു കച്ചവടക്കാരെ കുറ്റപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ അല്ല, കാരണം ഞാനൊരു കച്ചവടക്കാരനാണ്, അതിലുപരി ഒരു കസ്റ്റമറുമാണ്. അതായത് ഇപ്പോൾ ഈ ഒരു ഐഡിയ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ചെറിയ അങ്ങാടിയിൽ ഇപ്പോൾ ഒരു 2-3 കട ഉണ്ടെങ്കിൽ ഈ 3 കടയിൽ നിന്ന് നമ്മൾ മാറി മാറി സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ 3 കടയിലും അതിൻ്റെ കച്ചവടം കിട്ടും. അപ്പോൾ കച്ചവടക്കാർക്കും അതിൻ്റെ ഗുണമാണ്. അതിലുപരി നമ്മൾ കസ്റ്റമർ എന്നുള്ള നിലക്ക് നമ്മൾ ഈ ഐഡിയകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു 10 രൂപയെങ്കിൽ 10 രൂപ നമുക്ക് കുറഞ്ഞ് കിട്ടും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഗുണം കസ്റ്റമർക്കും ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റുകളെ ഓഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വീഡിയോ വേറെ തന്നെ പറയണ്ടേ, നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ എന്നാൽ ശരി, ഓക്കെ.